ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ചേർന്ന് വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളെ അധികരിച്ച് വിചാരപ്പെടാതിരിക്കാനുള്ള പ്രബോധനമാണ് ധ്യാനിച്ചു വരുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ അധികം പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിലൂടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ ആ ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. വിചാരപ്പെട്ടു പോകാനുള്ള സാധ്യത മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ ഓർത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനും സാധിച്ചാൽ വിചാരപ്പെടാതിരിക്കാൻ മാത്രമല്ല, പിന്നെയോ കഴിഞ്ഞ ദിവസം നാം ഓർത്ത് അവസാനിപ്പിച്ചതുപോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതായ സത്യമാണ് നാം ചിന്തിച്ച് ഉപസംഹരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു ഗ്രഹപാഠം ആ ബന്ധത്തിൽ ഞാൻ ചേർത്ത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രമാണം പ്രായോഗികമാക്കി വിജയകരമായി പ്രതിസന്ധികളെ അതിജീവിച്ച അനേക വ്യക്തികളെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നോ രണ്ടോ പേരുടെ പേരുകളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് ചിന്തിക്കുകയും അങ്ങനെ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ അത് പറഞ്ഞാൽ അത് എനിക്കും കൂടുതൽ പ്രയോജനകരമായിരിക്കുന്നതാണ്. ഞാൻ രണ്ട് വ്യക്തികളെക്കുറിച്ച് അങ്ങനെ ഇന്ന് ഈ ആഴ്ചയിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവർ വളരെ സുപരിതരാണ്. അവരുടെ കാര്യം ഞാനൊന്ന് പരാമർശിച്ച് മുമ്പോട്ട് പോകാം എന്ന് കരുതുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ളതാകൊണ്ട് ഒത്തിരി വിശദീകരണം അതിന് പറയേണ്ടി വരികയില്ല എന്ന് കരുതുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആദ്യ അധ്യായത്തിൽ അവിടെ നിന്നൊക്കെ നമ്മൾ പോന്നിട്ട് ഒത്തിരി സമയമായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചരിത്രമൊക്കെ സജീവമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അവിടെ ഒത്തിരി പ്രതിസന്ധിയിൽ ആയിരുന്ന, വളരെ കരഞ്ഞ് പട്ടിണി കിടന്ന ഒരു സഹോദരിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പേരോർമ്മയിലുണ്ടല്ലോ അല്ലേ? ഹന്നയെക്കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവളുടെ പ്രശ്നങ്ങൾ വളരെ അധികമായിരുന്നു. അവളുടെ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് ഏറെ പരിചയമുണ്ട്. പക്ഷേ അവളുടെ പ്രശ്നങ്ങളെല്ലാം അവൾ ദൈവത്തോട് പോയി പറഞ്ഞു എന്നുള്ളത് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ എത്രയോ വട്ടം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അവൾ ദൈവസന്നിധിയിൽ വന്ന് അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവളുടെ പ്രാർത്ഥന പോലും തെറ്റിദ്ധരിച്ചു. അതൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്ത പുരോഹിതൻ പോലും അത് തെറ്റിദ്ധരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ അവളുടെ വാക്കുകൾ വളരെ ശക്തമായ വാക്കുകളാണ്. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു എന്ന് അവൾ പറയുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ആ വാക്യം പറഞ്ഞിരിക്കുന്ന വാചകം
ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ തന്നെ ഓർത്ത് ധൈര്യപ്പെടാറുണ്ട്. ഐ വാസ് ടെല്ലിങ് ഓൾ മൈ പ്രോബ്ലംസ് ടു ദ ലോർഡ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുകയായിരുന്നു എന്ന് അവൾ അവകാശപ്പെടുകയാണ്, പ്രാഗൽഭ്യത്തോടു കൂടി പറയുകയാണ്. ഞാൻ ഇന്ന് രാത്രി ചേർത്ത് ഓർപ്പിക്കട്ടെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ലോകത്തിൽ ആരോടും പറയാനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ദൈവത്തോടാണ്. അപ്പം അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കാനുള്ളതായ വലിയ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവളുടെ എല്ലാ വിഷമങ്ങളും ദൈവസന്നിധിയിൽ വെക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി നമ്മൾ ആ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ ആ വാക്യത്തിലെ ഒരു വാചകം ഒന്ന് ഓർക്കണം എന്ന് വിചാരിക്കുകയാണ്. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 ശമൂവേൽ 1:18 വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, അവളുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ ആ അസ്വസ്ഥയിലായിരുന്നു. അവളുടെ ഭർത്താവ് അവളെ ഭക്ഷണം കഴിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും വളരെ ശ്രമിച്ചു എന്നുള്ളതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നതായ കാര്യം, സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. ഒടുവിലത്തെ വാക്കുകൾ നമ്മൾ ഒത്തിരി ഓർത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുണർത്തുകയാണ്. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് പറഞ്ഞാൽ അവൾക്കൊരു മകനെയാണ് വേണ്ടത്, ഒരു മകന് വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിൻ്റെ മാനുഷികമായ ലക്ഷണങ്ങളൊന്നും വെളിപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടില്ല. പക്ഷേ അവളുടെ പ്രശ്നം എല്ലാ വേദനയോടും കൂടെ ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ നാം വായിക്കുന്നത്, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ അവൾ അനുഭവിച്ചതായ, നമ്മുടെ ആ വാക്കൊന്ന് ഉപയോഗിക്കട്ടെ ഞാൻ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തിൻ്റെ മഹത്വം അവളുടെ മുഖത്ത് തന്നെ വിളങ്ങുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ അറിയാം, 1 വർഷത്തിന് ശേഷമാണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതായിട്ട് നമ്മൾ കാണുന്നത്. 20-ാമത്തെ വാക്യത്തിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടല്ല, പിന്നെയും അവൾ ഈ വിഷയം വിശ്വാസത്തോടു കൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ അവൾ അനുഭവിച്ച ആ സമാധാനം അവളുടെ മുഖത്ത് വെളിപ്പെടുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവൾ കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടു കൂടി അവളുടെ പ്രശ്നം ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവൾ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും അതിശയിച്ചത് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പെണ്ണിനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവൾ എന്ത് കിട്ടിയിട്ടാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്, ആശ്വസിക്കുന്നത് എന്നൊരു പക്ഷേ അവൾ വിചാരിച്ച് കാണാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ അവളെയും അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ളതായ ആ വലിയ സമാധാനം അവൾ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമുക്ക് ഈ ചരിത്രം വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയം തോന്നും. നമ്മളൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് പലപ്പോഴും ഈ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് യാതൊരു പ്രയാസവുമില്ല.
പ്രാർത്ഥന എത്ര ഉത്സാഹത്തോടു കൂടി തുടർന്നാലും ഈ സമാധാനം അനുഭവിക്കണം എന്ന് നിർബന്ധമില്ല. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും ഈ സമാധാനം അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവളുടെ വിശ്വാസമാണ് അവിടെ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമാന്യം വിശദമായിട്ട് ഓർത്ത ഒരു സത്യമാണ്, എൻ്റെ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി നന്മയായിരിക്കും എന്ന് അവൾ വിശ്വസിക്കുവാനും അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നന്മയായിട്ടുള്ള ഉത്തരം തരും എന്നുള്ളത് അവൾ വിശ്വസിച്ച് ഉറയ്ക്കുവാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഒരു നിർദ്ദേശം പറയുകയാണ്, എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ വേണ്ടിടത്തോളം സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വരികിൽ അതിൻ്റെ കാതലായ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവും ആശ്രയത്തിലുള്ള കുറവുമാണ് എന്നുള്ളത് തിരിച്ചറിയുവാനും ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് ജീവിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. വളരെ പരിചയമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കൂടി ഒരു സൂചന മാത്രം ഞാൻ പറയണം എന്ന് വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ, ആ അധ്യായത്തിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി, ആൾ നമുക്ക് വളരെ സുപരിതനായ വ്യക്തിയാണ്. യോസേപ്പ് എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് ഒരു ബാലനായിരിക്കുന്ന നാൾ മുതൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നത്. യോസേപ്പിന് കുത്തിയിരുന്ന് വിചാരപ്പെടാനുള്ളതായ വിഷയങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൻ്റെ അടുക്കൽ നിന്ന് പോരേണ്ടി വന്നു. സ്വന്തം സഹോദരന്മാർ യോസേപ്പിനെ വിൽക്കുവാൻ ഇടയായിട്ട് തീർന്നു. താനിപ്പോൾ ഒരു പുറജാതി ഒരു സ്ഥലത്തൊരു വീട്ടിൽ ഒരു വീട്ടുജോലിക്കാരനായിട്ട് ഒരു അടിമയായിട്ട് എത്തിച്ചേർന്നു എന്നുള്ളതാണല്ലോ 39-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമ്മൾ ധാരാളം ഓർത്തിട്ടുള്ളതായൊരു സത്യം, എങ്കിലും ഞാൻ ആ ചരിത്രം തന്നെ ഒന്ന് പരാമർശിക്കാനുള്ള പ്രകാശനമാണ് ദൈവം എനിക്ക് തന്നത്. 39-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ബാലൻ അനുഭവിച്ചതായ ആ ആശ്വാസം, സമാധാനം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ഈ കഥ വളരെ പരിചയമുള്ളതാണ്, എങ്കിലും എഴുതപ്പെട്ട തിരുവെഴുത്തല്ലേ. 39-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 39-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഒരു അടിമയായിട്ട്, ഒരു വീട്ടുജോലിക്കാരനായിട്ട് അവൻ ആ വീട്ടിൽ പാർക്കുമ്പോഴും അവനെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നതായ കാര്യം, അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. പ്രിയപ്പെട്ടവരെയും, ഇവിടെ അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പ്രതികൂലങ്ങളിലൂടെയെല്ലാം കടന്നുപോയി സ്വന്തം സഹോദരന്മാരാൽ തള്ളപ്പെട്ടവനായിട്ട് യോസേപ്പ് ആയിരിക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ കൃതാർത്ഥതയ്ക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ അവൻ ഈ വൈഷമ്യത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും അവൻ്റെ ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം ഒരിക്കലും ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്നുള്ളതായ ആ ഉറപ്പ് ആ ബാലന് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു അടിമയായിട്ട്, ഒരു വീട്ടുജോലിക്കാരനായിട്ട് വളരെ ചെറിയൊരു തൊഴിലിൽ അവൻ അവിടെ ആയിരിക്കുമ്പോഴും അവൻ എത്ര സംതൃപ്തനായിട്ടായിരുന്നു എന്നുള്ളതായ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, യോസേപ്പിൻ്റെ സഹോദരന്മാർക്ക് ഈ കൃതാർത്ഥത കാണാനായിട്ട് സാധിച്ചാൽ അവരേറെ അത്ഭുതപ്പെട്ടു പോകുവാനിടയായിട്ട്
തീരും. കാരണം ഇത്രയും പ്രതികൂലങ്ങളുടെ നടുവിൽ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നുള്ളത് അവരെ പോലും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമുക്ക് വിചാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, നാം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ യോസേഫ് പിന്നെയും വേട്ടയാടപ്പെടുകയാണ്, വലിയ പ്രതികൂലങ്ങളിലൂടെ പോവുകയാണ്. ദൈവത്തോട് വേണമെങ്കിൽ പരാതി തോന്നാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇത്രയും പ്രതികൂലങ്ങളൊക്കെ സഹിച്ചു ഇവിടെ വന്ന് പാർക്കാനിടയായിട്ട് തീരുന്നു. അവിടെ വളരെ അസാധാരണമായ വൈഷമ്യങ്ങളിലൂടെയാണ് യോസേപ്പ് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ചെയ്യാത്തതായ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് താൻ കാരാഗൃഹത്തിൽ എത്തിച്ചേരുമ്പോഴും തന്നോട് കൂടെ തൻ്റെ ദൈവം ഇരുന്ന് എത്രയോ അതിശയകരമായിട്ട് തന്നെ കരുതി എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. 21-ാമത്തെ വാക്യം ഒന്ന് കുറിച്ചിട്ടാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതകാലം മുഴുവനും യോസേപ്പ് ദൈവത്തെക്കുറിച്ച് സൂക്ഷിച്ചതായ ആ വലിയ ഉൾക്കാഴ്ചയുടെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഈ ചരിത്രം വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം യോസേപ്പ് സൂക്ഷിച്ച വിശ്വാസത്തിൻ്റെ മഹത്വം ആ ചരിത്രത്തിൻ്റെ വിശദീകരണത്തിൽ ഇടയ്ക്കിടെ വെളിപ്പെടുത്തപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് എല്ലാം വായിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൽ തന്നെ അർപ്പിച്ച വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന 2 വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ തൻ്റെ സഹോദരന്മാർ തന്നെ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, തിരിച്ചറിയുന്ന സഹോദരന്മാർ ഏറെ ഭയപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ, പരിചയമുള്ള വാക്യമായതുകൊണ്ട് വായിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി, അടുത്ത വാക്കാണെന്നതിൽ പ്രധാനം, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വിശദമായിട്ട് ഓർത്ത ആ വിലപ്പെട്ട സത്യം ഇവിടെ കുറിക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രതികൂലങ്ങളിലൂടെ താൻ കടന്നുപോയി, വർഷങ്ങളങ്ങനെ പിന്നിടുവാൻ ഇടയായിട്ട് തീർന്നു. ഇപ്പോൾ ആ പ്രതികൂലമെല്ലാം മാറി താൻ മിസ്രയീമിലെ അധികാരിയായിട്ട് തീർന്നു. തന്നെ ഉപദ്രവിച്ച സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവരൊരു അടിമകളെ പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലും യോസേപ്പ് അവരോട് സംസാരിക്കുന്ന വാക്കുകളിൽ വെളിപ്പെടുന്നതായ വിശ്വാസത്തിൻ്റെ വലിപ്പവും മഹത്വവും നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രത്തിലൂടെ ആ ചരിത്രം നമ്മൾ ഒറ്റയിരിപ്പിൽ അങ്ങ് വായിച്ചാൽ യോസേപ്പിനെ നിലനിർത്തിയതായ വിശ്വാസം, യോസേപ്പിൻ്റെ ദൈവത്തിലുള്ളതായ ആഴമേറിയ വിശ്വാസമായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. യോസേപ്പ് പറയുന്ന വാക്കിൽ നമുക്ക് അത് വളരെ മനോഹരമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിചയമുള്ള 2 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. വായിക്കുമ്പോൾ നമ്മളന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച ആ വാക്യത്തിൻ്റെ മഹത്വം ഇവിടെ നമുക്ക് ചേർത്ത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. 50-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. അപ്പോൾ അവിടെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യോസേപ്പ് ഏറ്റവും ഭയവിഹ്വലരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന, തന്നെ ഏറെ ഉപദ്രവിച്ച സഹോദരന്മാരോട് സംസാരിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ
തൻ്റെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതായ മനോഹരമായ സാക്ഷ്യവാക്കുകൾ നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ഓർത്ത വാക്യം ഏതാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോസേപ്പിന് ഈ വാക്യം അറിയാൻ പാടില്ല. പക്ഷേ യോസേപ്പിന് ഈ വാക്യം അറിയാവുന്നയാളെ പോലെയാണ് ഇവിടെ സംസാരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിപ്പോകാതെ, വിചാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് വരികിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ ഈ നിലയിൽ വിശ്വാസത്തോടു കൂടി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നമ്മുടെ നോട്ടത്തിൽ ദോഷമെന്ന് തോന്നുന്നതായ കാര്യങ്ങളെയും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുവാൻ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ അതിനെ ഗുണമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം എത്രയോ ഉന്നതനായ ദൈവമാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ സഹായിക്കുന്നവനാണ്. ദോഷമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുവാൻ, ഗുണമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും എന്നുള്ളതായ ആ വലിയ സത്യം ഇവിടെ ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഭൂതകാലത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രമാണം എത്രയോ ശരിയാണ് എന്നുള്ളതായ കാര്യം നമുക്ക് ഓർത്ത് ധൈര്യപ്പെടാൻ സാധിക്കുന്ന എത്രയോ അനുഭവങ്ങളിലൂടെയാണ് ദൈവം നമ്മെ കടത്തിവിടുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കോ മറ്റുള്ളവർക്കോ പകർന്നു കൊടുക്കാൻ കഴിയേണ്ടുന്ന ഈ വിലപ്പെട്ടതായ സാക്ഷ്യത്തിൻ്റെ മഹത്വമാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകത്തിലുള്ളതായ വിശ്വാസ വീരന്മാരിലൂടെ നമുക്കത് ഉൾക്കൊള്ളാം. നമ്മൾ ഇന്ന് ആ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ തലമുറയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഉന്നതമായ വിശ്വാസത്തിൻ്റെ മൂല്യം പകർന്നു കൊടുക്കുമാറ് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 21-ാമത്തെ വാക്യം പറയാനൊരു അവസരം വന്നതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. തങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് ഏറെ ഭയപ്പെട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ തൻ്റെ സഹോദരന്മാരെ യോസേപ്പ് എത്ര മനോഹരമായിട്ടാണ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഈ മനോഹരമായ ഉദാഹരണങ്ങൾ, ഇതുപോലുള്ള അനേക ജീവിതങ്ങൾ നമ്മൾ ചിന്തിച്ചതായ ഈ വലിയ സത്യത്തെ മനോഹരമായിട്ട് ഉറപ്പിക്കുന്നതായിട്ട് തിരുവെഴുത്തിൽ ഉണ്ട്. നമുക്ക് അവരിൽ നിന്നുള്ളതായ പ്രചോദനം ഉൾക്കൊള്ളാം. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം അങ്ങനെ സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനിവിടെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം എന്ന് കരുതുകയാണ്. ഫിലിപ്പിലേഖനത്തിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്ത് ഏതു വിഷയത്തിലും വിചാരപ്പെടാനുള്ളതായ സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതായ സത്യമാണ് വെളിപ്പെടുത്തപ്പെടുവാനിടയായിട്ട് തീരുന്നത്. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ വിചാരപ്പെടാവുന്ന വിഷയങ്ങളെ നമ്മുടെ കർത്താവ് വളരെ കൃത്യമായിട്ടും
3 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വലിയ ആത്മീക പ്രമാണം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ആ വാക്യം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവ് വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ 3 വിഷയങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയാനിടയായിട്ട് തീർന്നു. 25-ാമത്തെ വാക്യത്തിൽ തന്നെ ആ 3 വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ് 3 വിഷയങ്ങൾ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് വിചാരപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമമായിട്ടുള്ള ആവശ്യങ്ങളിൽ നിന്നുള്ള 3 ഉദാഹരണങ്ങളാണ് എടുത്തു പറയുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പലവട്ടം ഈ വാക്യങ്ങളിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നു പോയപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, നമ്മുടെ കർത്താവ് ഈ വിശദീകരണത്തിൻ്റെ വഴിയിലും ഈ 3 കാര്യങ്ങളിൽ കർത്താവ് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഇവിടുന്ന് ഒരു ദൂതൻ്റെ മനസ്സിലിരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം പറയാൻ ദൈവകൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 31-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 25-ാമത്തെ വാക്യമാണ് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. അവിടെയാണല്ലോ ഇത് കർത്താവ് പറഞ്ഞ് തുടങ്ങുന്നത്. വിചാരപ്പെടേണ്ട എന്നുള്ള കാര്യം പറയുന്നത് തുടങ്ങുന്നത് അവിടെയാണ്. 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് വിശദീകരണം, ആ വിശദീകരണം നമ്മൾ പിന്നെ നോക്കും. വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് 31-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ 31-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഖണ്ഡിതമായ കൽപ്പന കർത്താവ് ഇടയ്ക്കുള്ള വിശദീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കൽപ്പന ആവർത്തിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ എന്താണ് കർത്താവ് ഈ കാര്യം പിന്നെയും ആവർത്തിച്ച് ഉറപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്? അപ്പോൾ ഞാനിന്ന് ഒരു പരിശോധനയ്ക്ക് വേണ്ടി നിങ്ങളോട് പറയുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ എത്രയോ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ട് കാണും. വിചാരപ്പെടാനും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിട്ട് തീർന്ന് കാണാം. പക്ഷെ കർത്താവ് പറഞ്ഞ ഈ 3 കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ആരെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിലെങ്ങും വിചാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവ് എന്ത് തിന്നും, കഴിക്കാനൊന്നുമില്ലല്ലോ, എന്ത് കുടിക്കും, എന്തുടുക്കും. 1998 ഞാനൊരു കാസറ്റിൽ കേട്ടൊരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ വാക്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം പറയുന്നുണ്ട്. ഇപ്പോൾ എന്തുടുക്കും എന്നുള്ളതല്ല, ഏതൊടുക്കും എന്നുള്ളതാണ്. ഇത് ബൈബിൾ കാസ്റ്റ് വന്നപ്പോൾ പോലും ആ ചോദ്യം ഉണ്ടായി കാണും, ഏതാ ഇടേണ്ടത് എന്നുള്ളതായ അതാണ് നമ്മൾ അധികം ചിന്തിക്കുന്നത്. ആ 98 കേട്ട പ്രസംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഒരു കാസറ്റിലാണത് കേട്ടതെങ്കിലും ആ ഓർമ്മയിൽ നിന്ന് അത് പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെയും, അപ്പോൾ ഈ വിഷയത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് അതങ്ങനെയൊരു വിചാരപ്പെടേണ്ട കാര്യമായിട്ട് അടുത്ത കാലത്തെങ്ങും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളധികവും വിചാരപ്പെടുന്ന ഈ 3 കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, പിന്നെയോ വേറെ പല കാര്യങ്ങളുമാണ് നമ്മൾ വിചാരപ്പെടുന്നതിൻ്റെ വിഷയമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഈ അടുത്ത നാളുകളിൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒത്തിരി വിചാരപ്പെട്ടൊരു മനുഷ്യനുണ്ട്. ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വിചാരപ്പെട്ട വേറെ ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. വിചാരപ്പെട്ട് മനം കലങ്ങി വ്യസനവും നീരസവും പൂണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ച് കിടന്നൊരു മനുഷ്യനുണ്ട്. പേര് പറയാമോ? ആഹാവ്. അപ്പോൾ ഈ മനുഷ്യൻ എന്തോ ഒരു ഭാരത്തോടു കൂടിയാണ് ആ സാഹചര്യത്തിലായിരുന്നത് എന്ന് നമ്മൾ കാണുകയാണ്.
ഇദ്ദേഹത്തിന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനോ എന്ത് കുടിക്കും എന്നുള്ള കാര്യത്തിനോ എന്തുടുക്കും എന്നുള്ള കാര്യത്തിനോ ഒന്നും യാതൊരു പ്രശ്നമുള്ള ആളല്ല, യാതൊരു പ്രശ്നമുള്ള ആളല്ല. എല്ലാം സമൃദ്ധിയായിട്ട് ആസ്വദിക്കുന്നതായ ഒരു രാജാവാണ്. പക്ഷേ താനിപ്പോൾ ഒത്തിരി വിചാരങ്ങളാൽ പരവശനായി, ഏറെ അസ്വസ്ഥനായി. ഹന്നയും ഭക്ഷണം കഴിച്ചില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇദ്ദേഹവും ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെ വ്യസനത്തിൽ നിരാശപ്പെട്ട് കഴിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ വിഷയമൊന്നുമല്ല തൻ്റെ വിഷയം. നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ വളരെ ഭയത്തോടെ ആ വാക്ക് ഓർപ്പിക്കുകയാണ്. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആഹാബിൻ്റെ ഈ അനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ വിചാരപ്പെടലിലേക്ക് തന്നെ എത്തിച്ചത് തൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ഗുരുതരമായ ദുർമോഹമാണ്. ഒരു ഗുരുതരമായ ദുർമോഹമാണ്. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്ന വളരെ സുപ്രധാനമായൊരു സത്യം, കർത്താവ് പറഞ്ഞ ഈ വിഷയത്തിൽ ഇതൊന്നും ഇവിടെ വിചാരപ്പെട്ട ആളോട് യാതൊരു ബന്ധവുമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഒരനാവശ്യമായ ദുർമോഹം തൻ്റെ മനസ്സിൽ കടന്നുകൂടി എന്നുള്ളത് വലിയ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും തന്നെ തള്ളിവിട്ടു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ വിചാരപ്പെടുക എന്ന് പറയുന്ന വിപത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ലളിതമായൊരു ജീവിതശൈലിയുടെ പ്രമാണം നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കർത്താവ് ഈ 3 വിഷയങ്ങൾ ആവർത്തിക്കുമ്പോൾ അതൊരു വലിയ സത്യത്തിൻ്റെ പ്രകാശനമായിട്ടാണ് ഇരിക്കുന്നത്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല പരിചയമുണ്ട്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഇത് നമ്മൾ വായിക്കും, നമുക്ക് മനപ്പാഠം വാക്യവും അറിയാം. പക്ഷേ നമുക്ക് ഇത് എപ്പോഴും ഓർത്ത് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രായോഗിക പ്രസക്തമായിട്ടുള്ള സത്യമാണ്. അപ്പോൾ ഈ കാര്യം 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ട് 8-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംതൃപ്തിയുടെ പ്രമാണം ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും മനപ്പാഠം അറിയാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രിയിൽ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ തൃപ്തിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ രൂപപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കർത്താവ് ഇവിടെ വിചാരപ്പെടുന്നതായി പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങൾ അതൊന്നും നമ്മെ ബാധിക്കാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്കിയൊരു വിശദീകരണം പറഞ്ഞാൽ അതിനൊരു പൂർണ്ണത വരികയുള്ളൂ. അതൊന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വാക്യങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പ്രധാനമായും പുരുഷാരത്തോടും തുടർന്നും ഓർപ്പിക്കുവാനിടയായിട്ട് തീർന്നത്. അതിൻ്റെ ഒരു സൂചന ഞാനൊന്ന് പറയാം. 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ഒരു വലിയ പാഠം കർത്താവ് ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നതായ ആ പ്രമാണത്തിൽ എത്രയോ ലളിതമായിട്ട് ഈ സത്യം വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാം എന്ന് ഞാൻ കരുതുന്നു. 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ.
എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അപ്പോൾ അവിടെ ഒടുവിലത്തെ വാചകം നമ്മൾ ഇനിയും ചിന്തിക്കും അത്. പക്ഷേ അവിടെ കർത്താവ് ചോദിക്കുകയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ അല്ലയോ? അപ്പോൾ നമുക്കറിയാം, ഈ പ്രകൃതിയിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് ഒക്കെ ദൈവത്തിൻ്റെ വചനം നമ്മെ ധാരാളം പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഈ പ്രസംഗത്തിലും അങ്ങനെ ആകാശത്തിലെ പറവകളെ നോക്കാനായിട്ട് പറഞ്ഞ് ഒരു വലിയ പാഠം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, കർത്താവ് ഈ ആകാശത്തിലെ പറവകളെ നോക്കാനായിട്ട് പറഞ്ഞ കാര്യം, ഈ പറവകൾ അങ്ങനെ വേറിട്ട് അധ്വാനിക്കുന്നില്ല. അതൊക്കെ കർത്താവ് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വായിക്കേണ്ട ഒരു സത്യമുണ്ട്. മനുഷ്യരായ നമ്മളതൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അധ്വാനിക്കുന്ന ആളുകളാണ്, അധ്വാനിച്ചുള്ളതായ ആദായം ഉണ്ടാക്കുന്ന ആളുകളാണ്, അത് ഉപയോഗിക്കുന്ന ആളുകളാണ്, ബാക്കിയുണ്ടെങ്കിൽ ഇത് കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന ആളുകളാണ്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിടെ ഓർപ്പിക്കുന്ന കാര്യം, നിങ്ങൾ ഈ ആകാശത്തിലെ പറവകളെ നോക്ക്, ഇതൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിനൊരു ചെറിയ വിശദീകരണം പറയാനായിട്ടുണ്ട്, അതിനടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇവയെല്ലാം സ്വർഗസ്ഥനായ പിതാവാണ് പുലർത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ വലിയ സത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നതായ കാര്യം, ആകാശത്തിലെ പറവകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ട് അവയെ എത്രയോ വ്യത്യസ്തമായ നിലയിലാണ് സ്വർഗത്തിലെ ദൈവം പുലർത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. എന്നിട്ട് ഒടുവിലത്തെ വാചകത്തിൽ ചോദിക്കുകയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? എന്തൊക്കെ വിശേഷതകളാണ് നമുക്കുള്ളതെന്നുള്ളത് നമ്മളിവിടെ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാം അവൻ്റെ സൃഷ്ടിയിൽ തന്നെ എത്രയോ മഹത്വമുള്ള സൃഷ്ടിയാണ്. മാത്രമല്ല, നാം തൻ്റെ രക്തത്തിൻ്റെ വിലയായിട്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട് കർത്താവിൻ്റെ സ്വന്തമായി തീർന്നവരാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ആകാശത്തിലെ പറവകൾ കേവലം സൃഷ്ടിയാണെന്നുള്ള ബന്ധമാണ് ദൈവത്തിനുള്ളത്. പക്ഷേ നാം ദൈവത്തിൻ്റെ വിശേഷപ്പെട്ട സൃഷ്ടിയാണെന്ന് മാത്രമല്ല, നാം ദൈവത്തിൻ്റെ വിലപ്പെട്ട കർത്താവ് തൻ്റെ രക്തം വില കൊടുത്ത് വാങ്ങിയ ആളുകളാണ്. അപ്പോൾ എന്താ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്? നിങ്ങൾ എത്രയോ വിശേഷപ്പെട്ടവരാണ്, ഇവയെ പുലർത്തുന്നു എന്ന് വരികിൽ നിങ്ങളെ എത്രയോ അധികം പുലർത്തുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായ കാര്യം, ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇവയെക്കുറിച്ചൊന്നും വിചാരപ്പെടാനായിട്ട് ആവശ്യമില്ലാത്ത വേറിട്ടുള്ള സംരക്ഷണവും കരുതലും സ്വർഗീയ പിതാവിൽ നിന്ന് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നവരാണ് എന്നുള്ളതായ വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച വേദഭാഗത്തൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചിന്തിക്കാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല, അതോട് ചേർത്ത് ദൈവത്തിന് നിങ്ങൾ എത്രയോ പ്രത്യേകതയുള്ളവരാണ്, നിങ്ങൾ എത്ര വ്യത്യസ്തരാണ് എന്നുള്ളതായ സത്യം അവിടെ ഓർപ്പിക്കുകയാണ്. ഞാൻ തൽക്കാലം ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാം. നമുക്ക് ദൈവം തന്നിട്ടുള്ള വേറിട്ടുള്ള പദവികളുടെ മഹത്വം നമുക്ക് കാണാം. ഈ രണ്ട് കാര്യവും കാണാൻ ഇടയായിട്ട് തീർന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ
വിചാരപ്പെടാനോ മനം കലങ്ങാനോ ആവശ്യമില്ലാത്ത നിലയിൽ നമുക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എത്രയോ മനോഹരമാണ്. ഈ വാക്കുകൾ വിശ്വാസത്തോടെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കുന്നവർക്ക് എത്രയോ വ്യത്യസ്തരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആശങ്കകളും പ്രശ്നങ്ങളും വിചാരപ്പെടാവുന്ന വിഷയങ്ങളുമൊക്കെ ധാരാളമുള്ള നമ്മുടെ ജീവിതത്തിൽ അതൊന്നും കൂടാതെ ജീവിക്കത്തക്കവണ്ണം, സമാധാനത്തോടെ ജീവിക്കത്തക്കവണ്ണം നമ്മുടെ ഗുരുനാഥൻ്റെ വാക്കുകൾ എത്ര ആശ്വാസമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അസ്വസ്ഥതകൾ നിറഞ്ഞ ലോകത്തിൽ ഈ വചനം പ്രാപിച്ച ആളുകൾ നിലയിൽ അത് പ്രയോജനപ്പെടുത്തി ജയാളികളായിട്ട് ജീവിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വചനം പറയുന്നതും അത് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രായോഗികമാക്കി ജീവിക്കാതെ ഇരുന്നാൽ പറയുന്നത് തന്നെ എത്രയോ കുറ്റമായി തീരും എന്നുള്ളൊരു ചിന്തയും ഇന്ന് പകൽ എൻ്റെ മനസ്സിനെ ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്ക് ഈ വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം, അത് പറയാം, അത് പ്രായോഗികമാക്കി ജീവിച്ച് ജയാളികളായി സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.